ഹായ് കൂട്ടുകാരെ, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു കഥയുടെ വീഡിയോയുമായിട്ടാണ്. നമ്മുടെ കഥയിലെ കഥാനായകന്റെ പേര് ഫിറോസ് എന്നാണ്. ഫിറോസും സൗമ്യയും ബാല്യകാല കളിക്കൂട്ടുകാരാണ്. രണ്ടുപേരും ചെറുപ്പം മുതലേ നല്ല കൂട്ടുകാരായിരുന്നു. ഇണപിരിയാത്ത കൂട്ടുകാർ. അവർ ഒരുമിച്ചാണ് സ്കൂളിൽ പോയിരുന്നത്. ഒരുമിച്ച് തിരിച്ചു വരികയുള്ളൂ, ഒരുമിച്ച് ഉണ്ണുകയുള്ളൂ. അങ്ങനെ നല്ല ഒരു ആത്മബന്ധമായിരുന്നു അവർ തമ്മിൽ. രണ്ടു മതവിഭാഗത്തിൽപ്പെട്ടവരെന്നതൊഴിച്ചാൽ യാതൊരു അന്തരവുമില്ല അവർ തമ്മിൽ. അവരുടെ വീട്ടുകാർ തമ്മിലും അങ്ങനെ തന്നെ നല്ല അടുപ്പത്തിലാണ്, നല്ല സ്നേഹത്തിലാണ് അവർ കഴിഞ്ഞിരുന്നത്. ഓണമായാലും പെരുന്നാളായാലും വിഷുവായാലും ക്രിസ്മസ് ആയാലും എല്ലാ ആഘോഷങ്ങളും അവർ ഒരുമിച്ചാണ് ആഘോഷിച്ചിരുന്നത്. നല്ല സന്തോഷത്തിലാണ് രണ്ടു കുടുംബങ്ങളും കഴിഞ്ഞുകൂടുന്നത്. കാലം വളരെയധികം കടന്നുപോയി. വസന്തവും ശിശിരവും ശരത്കാലവും ശൈത്യവും അങ്ങനെ ഋതുക്കൾ മാറി മറഞ്ഞുകൊണ്ടേയിരുന്നു. ബാല്യവും കൗമാരവും കഴിഞ്ഞു. സൗമ്യയും ഫിറോസും യൗവനത്തിലെത്തി. അവർ യുവാവും യുവതിയുമായി മാറി. ഫിറോസിന് തൻ്റെ ബാല്യകാല കളിക്കൂട്ടുകാരിയെ ജീവിത സഖിയാക്കാൻ വളരെ ആഗ്രഹമുണ്ടായിരുന്നു. അവൻ ആ ആഗ്രഹം അവൻ്റെ മനസ്സിലിട്ട് താലോലിച്ചു ഓമനിച്ചു വളർത്തി. സൗമ്യയ്ക്കും ചെറിയൊരു ഇഷ്ടമൊക്കെ ഫിറോസിനോടുണ്ടായിരുന്നു. അത് കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഫിറോസ് ആണെങ്കിലോ സൗമ്യയോടുള്ള പ്രണയം ഫിറോസ് തുറന്നു പറഞ്ഞതുമില്ല. സൗമ്യയോട് പറഞ്ഞതുമില്ല. തനിക്ക് സൗമ്യയെ ഇഷ്ടമാണെന്നും വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നൊന്നും അയാൾ തുറന്നു പറഞ്ഞതുമില്ല. കാലങ്ങൾ മുന്നോട്ട് പോയി. ഇവർ യുവാവും യുവതിയുമായെങ്കിലും ഇപ്പോഴും കുഞ്ഞുനാളിലേതുപോലെ തന്നെയാണ് അവർ ജീവിക്കുന്നത്. ഇപ്പോഴും യാതൊരു മാറ്റവുമില്ല അവരുടെ അടുപ്പത്തിന്. ഇപ്പോഴും അവർ ആ പഴയ കളിക്കൂട്ടുകാർ തന്നെയാണ്. സൗമ്യയ്ക്ക് വിവാഹാലോചനകൾ വന്നുകൊണ്ടേയിരുന്നു. കുട്ടികൾ തമ്മിലുള്ള ഈ അടുപ്പത്തിന്റെ പേരിൽ ഓരോ ആലോചനകളും മുടങ്ങിക്കൊണ്ടിരുന്നു. സൗമ്യയുടെ വീട്ടുകാരും ഫിറോസിന്റെ വീട്ടുകാരെയും രണ്ടുപേരെയും ഉപദേശിച്ചെങ്കിലും യാതൊരു മാറ്റവും ഉണ്ടായില്ല ഇവരുടെ അടുപ്പത്തിന്. സൗമ്യയുടെ അമ്മ ഒരു ദിവസം സൗമ്യയോട് കുറച്ച് ദാർഷ്ട്യത്തോട് തന്നെ പറഞ്ഞു, സൗമ്യ, നീ ഇപ്പോൾ ചെറിയ കുട്ടിയൊന്നുമല്ല, വളർന്ന് വലിയ കുട്ടിയായിരിക്കുന്നു. ഇപ്പോഴും നീ ഫിറോസുമായി ഇങ്ങനെ കളിച്ചും ചിരിച്ചും നടന്നാൽ അത് നിന്റെ ഭാവിയെ തന്നെയാണ് ബാധിക്കുന്നത്. അതുകൊണ്ട് അവനുമായുള്ള അടുപ്പം ഇനി നിർത്തിവെക്കണം. ഇനി പഴയതുപോലെ കളിച്ചു ചിരിച്ചു നടക്കാനൊന്നും പറ്റില്ല. നിന്റെ ഭാവി തന്നെയാണ് തുലയുന്നത്. ഇത് കേട്ടപ്പോൾ സൗമ്യ പറഞ്ഞു, ഫിറോസുമായുള്ള അടുപ്പത്തിന്റെ പേരിൽ എൻ്റെ ഭാവി തുലയുന്നെങ്കിൽ തുലയട്ടെ. ഞങ്ങൾക്ക് എന്തായാലും സംസാരിക്കാതിരിക്കാനും കാണാതിരിക്കാനും കഴിയുകയില്ല. ഈ അമ്മ ഒരു ദുരഭിമാനിയാണ്. എന്തിനാണ് ഇങ്ങനത്തെ വിചാരങ്ങളൊക്കെ അവൾ കുറച്ച് ദേഷ്യത്തോടെ അമ്മയോട് പറഞ്ഞു. പക്ഷെ വീണ്ടും വിവാഹാലോചനകൾ വന്നുകൊണ്ടിരുന്നെങ്കിലും ഒന്നും ശരിയാകുന്നില്ല. എല്ലാം മുടങ്ങിപ്പോവുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം സൗമ്യയുടെ അച്ഛൻ ഫിറോസിന്റെ വാപ്പയെ ചെന്ന് കണ്ടു വിവരം പറഞ്ഞു. അയാൾ ഇങ്ങനെ പറഞ്ഞു, അബു, നീ ഫിറോസിനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം. കുട്ടികൾ തമ്മിലുള്ള ഈ അടുപ്പത്തിന്റെ പേരിൽ സൗമ്യയുടെ വിവാഹാലോചനകൾ മുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോയാൽ എൻ്റെ മകളുടെ ഭാവി തുലയും. അതുകൊണ്ട് അബു ഫിറോസിനെ നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം. അബു പറഞ്ഞാൽ അവൻ അനുസരിക്കാതിരിക്കുകയില്ല. അത് ശരിയായ രീതിയിൽ അവന് ഉൾക്കൊള്ളാൻ കഴിയും. അതുകൊണ്ട് അബു എന്തായാലും ഫിറോസിനെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അയാൾ പറഞ്ഞു, സൗമ്യയുടെ അച്ഛനോട് പറഞ്ഞു, താങ്കൾ വീട്ടിലേക്ക് സമാധാനത്തോടെ പോയിക്കോളൂ. ഫിറോസിനെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ഇനി ഫിറോസിന്റെ ഭാഗത്തു നിന്നും അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവാൻ പോകുന്നില്ല. ഇത് പറഞ്ഞ് അബു സൗമ്യയുടെ അച്ഛനെ യാത്രയാക്കി. പിറ്റേ ദിവസം ഫിറോസിന്റെ വാപ്പ ഫിറോസിനെ വിളിച്ചു.
ഇങ്ങനെ പറഞ്ഞു: ഫിറോസെ, ഇനി മുതൽ നീയും സൗമ്യയും തമ്മിൽ കാണുകയും സംസാരിക്കുകയും ഒന്നും ചെയ്യരുത്. സൗമ്യയ്ക്ക് വരുന്ന വിവാഹാലോചനകൾ ഓരോന്നായി മുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നീ കാരണം ഇനി അവളുടെ ഭാവിക്ക് ഒരു ദോഷം വരാൻ പാടില്ല. അതുകൊണ്ട് നിനക്ക് സൗമ്യയെ കാണാതിരിക്കുവാനോ സംസാരിക്കാതിരിക്കുവാനോ കഴിയില്ല എന്നുണ്ടെങ്കിൽ നീ നാട്ടിൽ നിന്നും കുറച്ചു കാലം മാറി നിൽക്ക്. വേറെ എവിടേക്കെങ്കിലും ഒന്ന് മാറി നിൽക്ക്. ഏതെങ്കിലും നാട്ടിലേക്ക് പോയിക്കൊള്ളു. സൗമ്യയുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം നീ വന്നാൽ മതി. എനിക്ക് നീയും നിന്റെ പെങ്ങൾ സുൽഫിയും സൗമ്യയും ഒക്കെ ഒരുപോലെ തന്നെയാണ്. ഞാൻ നിങ്ങളെയൊക്കെ ഒരുപോലെ തന്നെയാണ് കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നീ കാര്യങ്ങളെ നല്ല രീതിയിൽ മനസ്സിലാക്കണം. വെറുതെ എന്തിനാണ് ഓരോരോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി വെക്കുന്നത്? കുറച്ചു നേരം ചിന്തിച്ചതിന് ശേഷം ഫിറോസ് പറഞ്ഞു: ആയിക്കോട്ടെ ബാപ്പ, ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. ഞാൻ കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അവൻ അപ്പോൾ തന്നെ അവന്റെ ഡ്രസ്സുകൾ പാക്ക് ചെയ്തു യാത്രയ്ക്ക് ഒരുങ്ങി. അവൻ വീട്ടിൽ നിന്നും യാത്ര പറഞ്ഞിറങ്ങി. നേരെ പോയത് സൗമ്യയുടെ വീട്ടിലേക്കാണ്. എന്നിട്ട് സൗമ്യയെ വിളിച്ച് അയാൾ പറഞ്ഞു: സൗമ്യ, ഞാൻ പോവുകയാണ്. ഇനി നമ്മൾ തമ്മിൽ കണ്ടെന്നു വരില്ല. കാരണം ഞാൻ ഇതുവരെ നിന്നോട് പറഞ്ഞിട്ടില്ല. എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു. എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ താല്പര്യവും ഉണ്ടായിരുന്നു. ഞാൻ നിന്നോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾക്ക് തമ്മിൽ ഒരുമിച്ച് എന്തായാലും ജീവിക്കാൻ കഴിയുകയില്ല. നമ്മളുടെ വിവാഹമൊന്നും നടക്കാൻ പോകുന്നില്ല. നിന്റെ വിവാഹജനങ്ങൾ മുടങ്ങുകയാണെന്ന് നിന്റെ അച്ഛൻ വീട്ടിൽ വന്ന് പറഞ്ഞു അത്രേ. ഞാൻ കാരണം ഇനി അതുണ്ടാവരുത്. അതുകൊണ്ട് ഞാൻ പോവുകയാണ്. നല്ല ഒരു ആലോചന വന്നാൽ നീ അതിന് സമ്മതിക്കണം. നല്ല വിവാഹം കഴിച്ച് നല്ലൊരു ജീവിതം നയിക്കണം. ഞാൻ എന്തായാലും ഇവിടെ നിന്ന് വിടുകയാണ്. അയാൾ യാത്ര പറഞ്ഞു പോയി. സൗമ്യ അവൻ പോകുന്നത് നിറകണ്ണുകളോടെ നോക്കി നിന്നു. വർഷങ്ങൾ പിന്നെയും കടന്നുപോയി. സൗമ്യയുടെ വിവാഹം കഴിഞ്ഞു. അവൾ സന്തുഷ്ടമായ ഒരു കുടുംബജീവിതം നയിച്ചു. സൗമ്യയ്ക്ക് 2 കുഞ്ഞുങ്ങളാണ്. സ്നേഹനിധിയായ ഭർത്താവ്. അവൾ നല്ലൊരു കുടുംബിനിയായി. ഫിറോസ് പോയിട്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. 4-5 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഫിറോസിന്റെ വീട്ടുകാർ ഫിറോസിനെ വീട്ടിലേക്ക് തിരിച്ചു വിളിച്ചെങ്കിലും, നാട്ടിലേക്ക് വരാൻ തിരിച്ചു വിളിച്ചെങ്കിലും അയാൾ നാട്ടിലേക്ക് തിരിച്ചു വന്നതേയില്ല. ഫിറോസ് അന്ന് പോയത് ബോംബെയിലേക്കാണ്. ബോംബെയിൽ പോയി അയാൾ അവിടെ സെൻട്രിങ്ങിന്റെ പണിയെടുത്താണ് ജീവിച്ചിരുന്നത്. കിട്ടുന്ന പൈസയിൽ കുറച്ചൊക്കെ വീട്ടിലേക്ക് അയാൾ മുടങ്ങാതെ അയച്ചുകൊണ്ടിരുന്നു. ബാക്കി പൈസ അയാളുടെ സുഖലോലുപമായ ജീവിതത്തിനായി മാറ്റിവെച്ചു. അവൻ സമ്പാദിക്കുന്ന പൈസയിൽ പകുതി ഭാഗവും യുവത്വം നിറഞ്ഞു തുളുമ്പുന്ന സ്ത്രീകളിലേക്ക് ഒഴുകിക്കൊണ്ടേയിരുന്നു. ജീവിതത്തെ അവൻ നിസാരമായി കണ്ടു. അവൻ സുഖത്തിന്റെ പറുദീസയിൽ അങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. ആരോടൊക്കെയുള്ള വാശി തീർക്കും പോലെയാണ് ഫിറോസ് ജീവിച്ചത്. ജീവിതത്തിൽ തനിക്ക് ഇനി ഒന്നുമില്ല എന്നൊരു ധാരണയായിരുന്നു അയാൾക്ക്. നാട്ടിലേക്ക് തിരിച്ചു ചെല്ലാൻ പറഞ്ഞിട്ടും പോകണമെന്നൊരു വിചാരവും ഫിറോസിന് ഉണ്ടായേയില്ല. നാട്ടിലേക്ക് കടക്കണമെന്നുള്ള ചിന്ത തന്നെ അയാളിൽ നിന്ന് നഷ്ടമായിരുന്നു. അയാൾ പൂവുകൾ തോറും പാറി നടക്കുന്ന പൂമ്പാറ്റയെ പോലെ പറന്ന് ജീവിതം ആസ്വദിച്ചു കൊണ്ടേയിരുന്നു. ഒടുവിൽ ഫിറോസ് ഒരു നിത്യരോഗിയായി മാറി. ഫിറോസിന് എയ്ഡ്സ് ആണ്. പനി വന്ന് വിട്ടുമാറാതെ ഇരുന്നപ്പോൾ അയാൾ ഡോക്ടറെ കണ്ടു. വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർ വിധിയെഴുതി ഫിറോസിന് എയ്ഡ്സ് ആണെന്ന്. ഫിറോസ് ഒരു നിത്യരോഗിയായി നാട്ടിലേക്ക് തിരിച്ചു വന്നു. വീട്ടിൽ വന്നത് വളരെ അവശതയോടെയാണ്. രോഗം അത്യധികം മൂർച്ഛിച്ചിരുന്നു. ഫിറോസിന്റെ ബാപ്പയും ഉമ്മയ്ക്കും ഫിറോസിന് എയ്ഡ്സ് ആണെന്നറിഞ്ഞപ്പോൾ അത് താങ്ങാൻ പറ്റിയില്ല. കുറ്റബോധം കൊണ്ട് ഫിറോസിന്റെ വാപ്പ വല്ലാതെ ബുദ്ധിമുട്ടി. കാരണം താൻ കാരണമാണ് തൻ്റെ മകൻ ഇപ്പോൾ ഒരു നിത്യരോഗിയായി മാറിയത്. താൻ നാട്ടിൽ നിന്ന് വിട്ടുനിൽക്കാൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിലെത്തുമെന്നും ഒരിക്കലും അയാൾ ചിന്തിച്ചിരുന്നില്ല.
സൗമ്യയുടെ വിവാഹം കഴിഞ്ഞ് ഫിറോസ് നാട്ടിലേക്ക് വരുമെന്നും അപ്പോൾ അയാളെ കൊണ്ട് ഒരു വിവാഹം കഴിപ്പിച്ച് നല്ലൊരു കുടുംബജീവിതം ഉണ്ടായി കണ്ട് തനിക്ക് അവൻ്റെ കുഞ്ഞുങ്ങളെയും ഒക്കെ കണ്ട് സുഖമായി ജീവിക്കാമെന്നാണ് അയാൾ കരുതിയത്. പക്ഷേ ഫിറോസിന്റെ അവസ്ഥ ഇങ്ങനെയായിപ്പോയി. അയാൾക്ക് ഒരു വല്ലാത്തൊരു തിരിച്ചടിയായിട്ടാണ് തോന്നിയത്. അയാൾ വല്ലാതെ കുറ്റബോധം കൊണ്ട് നീറിപ്പുകഞ്ഞു. ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഫിറോസ് വളരെ രോഗം മൂർച്ഛിച്ച് വളരെ ക്ഷീണിതനായി മാറി. ഒരു വിഷാദ രോഗിയായി മാറി. ഒരു ദിവസം ഫിറോസിന്റെ ജീവൻ എയ്ഡ്സ് എന്ന രോഗം പറിച്ചെടുത്തു. ഒരു ദിനം അയാൾ മരണത്തിന് കീഴടങ്ങി. നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും എല്ലാം ഫിറോസിന്റെ കബറടക്കം കഴിഞ്ഞ് തിരിച്ചുപോയി. ഫിറോസിന്റെ ഉമ്മയും ഉപ്പയും ആകെ തകർന്നു പോയി. അതുപോലെ സൗമ്യയുടെ അച്ഛനും അമ്മയും വളരെയധികം ദുഃഖത്തിലായി. എല്ലാവർക്കും വലിയ മനോവിഷമമായി. അത് ബന്ധുക്കളെല്ലാം തിരിച്ചുപോയി. സൗമ്യയുടെ കുടുംബക്കാരും അവർക്കൊപ്പം നിന്നു. കുറച്ച് അയൽവാസികളും ഫിറോസിന്റെ ഉമ്മയെയും പെങ്ങളെയും ഒക്കെ ആശ്വസിപ്പിച്ചുകൊണ്ടേയിരുന്നു. തൊടിയിലെ തേന്മാവിൻ കൊമ്പത്തിരുന്ന് ഒരു പൂങ്കുയിൽ നീട്ടിപ്പാടി ഒരു ചരമഗീതം. ഈ കഥയും കഥാപാത്രങ്ങളും വെറും സാങ്കല്പികം മാത്രമാണ്. ആരുടെ ജീവിതവുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല. അടുത്ത വീഡിയോയിൽ കാണുന്നത്. ബായ്.